ഗുരുഭ്യോ നമഃ. നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളി കാണാം. നമുക്ക് ഇന്ന് നമ്മുടെ 2 സ്റ്റെപ്സ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവർ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 സ്റ്റെപ്സും പഠിച്ചെടുക്കാൻ പറ്റും. എല്ലാവരും കണ്ടു നോക്കൂ, കണ്ടിട്ട് അഭിപ്രായം പറയണം. നമസ്കാരം. നമുക്കിന്ന് പുതിയ സ്റ്റെപ്പ് പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ശോഭനക്കുട്ടനെയാണ് ചെയ്തിരുന്നത് അല്ലേ? അപ്പം നമ്മൾ ആദ്യം ഒരെണ്ണം ചെയ്ത് വീണ്ടും നമ്മൾ റിപ്പീറ്റേഷൻ വന്നെങ്കിൽ നമ്മൾ പുതിയൊരു സ്റ്റെപ്പ് ഇടാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തതാണ്. നിങ്ങൾ ആരൊക്കെ ആവശ്യപ്പെട്ടതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് പ്രയോജനപ്പെടുമല്ലോ അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ 2 പ്രാവശ്യം അങ്ങനെ ഇട്ടതാണ്. ഇനി അങ്ങനെ ഇടുന്നില്ല, നമ്മളിപ്പോൾ ഒരു പുതിയ സ്റ്റെപ്പ് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് നമസ്കരിക്കാം. സിമ്പിളാണ് സ്റ്റെപ്പ്. അതായത് 1 2 പഠിച്ചിട്ടുണ്ട് നേരത്തെ അല്ലേ? 1 2 അപ്പം 1 2 1 2 വലത് കാലം ചവിട്ടി ഇടത് കാലം പുറകെ വെച്ചു, ഇടത് കാലം ചവിട്ടി വലത് കാലം പുറകെ വെച്ചു. ചവിട്ടി നോക്കൂ. 1 2 1 2 കൈ 1 2 1 2. അതാണ്. ഇനി ഇതിന്റെ ബാക്കിയാണ് 1 2 1 2. ഫ്രണ്ടിലോട്ട് 1 വലത് കാലം വെച്ച് ഫ്രണ്ടിലോട്ട് വന്നു, തിരിച്ചതുപോലെ തന്നെ അപ്പുറത്തോട്ട് 1 പോകുന്നു. മനസ്സിലായി? ചെയ്ത് നോക്കാം. 1 2 1 2. ഇവിടെ 1 2 1 2. നന്നായിട്ട് മനസ്സിലായില്ലേ? കാരണം ഇതൊന്നും പഠിക്കാനില്ല. അപ്പൊ നമുക്ക് ഞാൻ ചേർത്ത് ചെയ്ത് കാണിച്ചുതരാം. 1 2 1 2 1 2 1 2. മനസ്സിലായ? 1 2 1 2 1 2 1 2. അപ്പൊ ഞാൻ വടി പോലെ നിന്ന് സ്റ്റെപ്പ് കാണിച്ചു തന്നു. ഇനി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 1 2 കണ്ട 2 പറയുമ്പോൾ 2 മുട്ടി ചെറുതായിട്ട് മടക്കി കൊടുക്കണം. 1 2 1 2 ചെറുതായിട്ടൊന്ന് ചേർന്നെടുക്കാം. 1 2 ഇവിടെ താഴെ 1 2 ഇവിടെ താഴുക. മനസ്സിലായ? അതായത് 1 2 1 2 1 2 1 2 താഴ്ന്നാൽ മതി. ഓക്കെ, ചെയ്ത് നോക്കാം. 1 2 1 2 1 2 1 2 താഴണം. 2നും ചെറുതായിട്ട് താഴ്ന്നു. ഒന്നുകൂടെ 1 2 1 2 1 2 1 2. ഓരോരുത്തരോട് ചെയ്യാം. അല്ല 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 അതല്ല, അടുത്തോളം ചെയ്ത് നോക്കട്ടെ. ആരെ ശരി ചെയ്യണം നോക്കാം. 1 2 1 2 1 2 1 2. തെറ്റെന്നാണ് പറയണം എൻ്റെ അടുത്ത്. ചെയ്ത തെറ്റ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. 1 2 1 2 1 2 1 2. അടുത്ത ആള് 1 2 1 2 1 2 1 2. കണ്ടുപിടിക്കണം, തെറ്റ് തന്നെയാണ് കണ്ടുപിടിക്കണം. 1 2 1 2 1 2 1 2. അപ്പൊ താങ്കൾ തെറ്റ് ചെയ്തോ? അങ്ങനെ ചെയ്തോ. പിന്നെ എങ്ങനെ നമ്മൾ ചെയ്യേണ്ട എങ്ങനെയാണ് മനസ്സിലായോ? ചെയ്തോളാം. 1 2 1 2 1 2 1 2. ചെയ്ത് ശരിയാണ്. പക്ഷെ നമ്മൾ 1 2 ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു താഴണ്ടേ? അത് ശ്രദ്ധിക്കണം. ഒന്നുകൂടെ 1 2 അല്ല അടുത്ത് ചെയ്തോ. 1 ആദ്യത്തെ എങ്ങനെയാണ്? 1 2 താരണം 1 2 1 2 താരണം 1 2 താരണം. കറക്റ്റാണ്. അവിടെ 1 2 അതൊക്കെ ഫസ്റ്റ് ആദ്യത്തെ കറക്റ്റ് ആയിരുന്നു. അത് രണ്ടാമത്തെ ചെയ്തപ്പോൾ തെറ്റിപ്പോയി. മനസ്സിലായി? അപ്പൊ 1 സൈഡിൽ വെച്ചിട്ട് പുറകിൽ വയ്ക്കണം. ഓരോരുത്തരായിട്ട് 1 2 1 2 1 2 1 2. ഈ 2 നമ്മളിങ്ങനെ ചെയ്തപ്പോ താഴ്ന്നും ചെയ്തില്ലായിരുന്നു. അപ്പൊ 1 2 1 2 താഴണം. മനസ്സിലായോ? ഒന്നുകൂടെ 1 2 1 2 1 2 1 2. കറക്റ്റാണ്. 1 2 1 2 അല്ല 1 2 നമ്മളെ കൊണ്ട് വയ്ക്കും. ആദ്യം ഏത് കാലം വയ്ക്കും? 1 നിങ്ങൾ ഫ്രണ്ടിലാണോ വയ്ക്കണ്ടേ? സൈഡിലല്ലേ വയ്ക്കണ്ടേ? അതാണ് അതാണ്. മനസ്സിലായ? മനസ്സിലായി? പെട്ടെന്ന് തീർന്ന് നോക്കി പോയതാണ്. കുഴപ്പമില്ല. 1 താഴണം. 1 2 1 ഫ്രണ്ടിലോട്ടാണ്. 1 2 1 2 താഴെ. ഒന്നുകൂടെ ചെയ്യണം. ഇങ്ങോട്ട് ഇങ്ങോട്ട് കൂടെ തട്ടിക്കണം.
എന്താണ്? ആ 1 2. എപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഈ സൈഡിലോട്ട് തന്നെ ചെയ്യണം. സൈഡിൽ ഫ്രണ്ടിൽ വെക്കരുത്. ഫ്രണ്ടിൽ വെക്കാൻ നമ്മളാണ് ഫ്രണ്ടിലാണ് വയ്ക്കുന്നത്. അപ്പൊ ആദ്യം എപ്പോഴും 1 2 ചേർന്ന് കൊടുക്കും. താഴെ 2 മുട്ടും ചെറുതായിട്ടൊന്ന് മടക്കി 1 2 കണ്ട മുട്ട് മടക്കി കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചെയ്തോളൂ. ആ ചെയ്തോളൂ. 1 2 1 2 1 2 1 2. വെരി ഗുഡ്. ഇത് റൗണ്ട് ചെയ്ത് നോക്കൂ. റൗണ്ട് ചെയ്ത് നോക്കൂ. നമ്മൾ റൗണ്ടാണേ. ആ റെഡിയാണല്ലോ. ഓ എനിക്ക് ഡയറക്ഷൻ തരുന്നുണ്ട്. താങ്ക് യു. അതെ ചെയ്യാം. അതെ 1 2 1 2 1 2 1 2. എല്ലാവരും കൂടി പോയി നമ്മൾ അത്രയും കൂടരുത്. കുറച്ച് ദൂരം നിൽക്കണം. ഒന്നുകൂടെ. ആ 1 2 1 2 1 2 1 2. ഇതാണ്. നമുക്ക് ഇനി ഇതിന്റെ കൈ എടുക്കാം. അപ്പൊ കൈ നമുക്ക് എടുക്കേണ്ടത് നമ്മളിതാ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് അത്രയും വേണം. 1 2 1 2 അല്ല 1 2 അത് വിട്ടുകൊടുക്കണം. 1 2 1 2 1 2 1 2. മനസ്സിലായോ? ഇനി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളിപ്പോ അധികം നാളായി പഠിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. 1 2 1 2. ആ ഇങ്ങനെ 1 2 1 2 1 2 1 2. അങ്ങനെ ചെയ്യാം. ചെയ്തു നോക്കൂ. 1 2 1 2 1 2 1 2. ഒന്നുകൂടെ. ആ 1 2 1 2 1 2 1 2. ആ കുഴപ്പമില്ല. കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. കയ്യൊക്കെ നമുക്ക് ഇനി ഇതിന്റെ പാട്ടൊന്ന് പാടി നോക്കാം അല്ലേ? ശരി. റൗണ്ടായിട്ട് നിന്നോളൂ. കൂട്ടിയുരുട്ടിട്ടും നല്ലൊരുത്തെ കൂട്ടിയുരുട്ടിട്ടും. ഇങ്ങനെ എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതെങ്ങനെ എടുക്കാം. അതാണ് എനിക്ക് കാണിച്ചത്. ഓക്കെ ശരി. ചെയ്തോളൂ. ചെയ്യാം നമുക്ക്. ഞാൻ ഇവിടെ നിൽക്കാം. നന്നേ കൂട്ടിയുരുട്ടിട്ടും നല്ലൊരുത്തെ കൂട്ടിയുരുട്ടിട്ടും നന്നേ കൂട്ടിയുരുട്ടിട്ടും നല്ലൊരുത്തെ കൂട്ടിയുരുട്ടിട്ടും. നന്നായിട്ട് മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത സ്റ്റെപ്പ് പഠിക്കാം. വളരെ സിമ്പിളാണ് അടുത്ത സ്റ്റെപ്പും. മുട്ടൊക്കെ ഏതാണ്ട് അങ്ങനട്ടെ. 1 2 1 2 1 2 3 4 1 2 1 2 1 2 3 4. ഇങ്ങനെ കാണിക്കേണ്ട. ചെറുതായിട്ടൊന്ന് ചെയ്ത് നോക്കാം. 1 2 1 2 1 2 3 4 1 2 1 2 1 2 3 4. ശരിയായില്ല. ഒന്നുകൂടെ ചെയ്യും. നോക്കാം നമുക്ക്. റെഡി. ആ 1 2 1 2 1 2 3 4 1 2 1 2 1 2 3 4. അല്ല അവിടെ 1 2 3 4 നമ്മള് ചാടുന്നില്ല. അതിന് മാത്രമേ ചാടുന്നില്ല. 1 2 1 2 പിന്നെ നമ്മൾ 1 2 3 4 അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഈ കാല് ഉയർത്താതെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അത്രയേ ഉള്ളൂ. നോക്കാം. 1 2 1 2 1 2 3 4. കറക്റ്റ്. 1 2 1 2 1 2 3 4. 1 2 1 2 1 2 3 4. മനസ്സിലായത് നന്നായിട്ട്? സംശയമില്ലല്ലോ. ഇനി നമുക്ക് അതിന്റെ കൈ എഴുതാം. 1 2 1. ഇങ്ങനെ തട്ടാൻ പാടുള്ളൂ. ഞാൻ ഫസ്റ്റ് ക്ലാസ് തൊട്ട് പറയുന്നുണ്ട്. എന്നാലും ഓരോരുത്തർ ഇടയ്ക്കിടയ്ക്ക് വന്ന് നേരുന്ന സംശയമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ തട്ടാൻ പാടില്ല. അപ്പൊ എനിക്ക് തട്ടുന്നത് ഇങ്ങനെ ഒന്നും തട്ടിക്കൂടാ. അല്ലെ ഇങ്ങനെ തട്ടാൻ പാടില്ല. ഇങ്ങനെ തട്ടിക്കൂടാ. ഇത് പ്രത്യേകത. 1 2 1 2 1 2 3 4 1 2 1 2 1 2 3 4. കൈന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന പോലെ. മനസ്സിലായോ? ശരി. ചെയ്യാം നമുക്ക്. ആ 1 2 1 2 1 2 3 4 1 2 1 2 1 2 3 4. ഒന്നുകൂടെ
ചൂടുണ്ട്. നല്ല മഴ പുറത്ത് ഇടിയും മഴയും പുറത്തുണ്ടെങ്കിൽ നമുക്കിവിടെ ചൂട്, ഉള്ളിലുള്ള ചൂട് പുറത്ത് അത്രയേ ഉള്ളൂ. ഒട്ടും ടെൻഷൻ വേണ്ട, ചെയ്തോളൂ. റെഡി? ആ 1 2 1 2 1 2 3 4. ആ 1 2 1 2 1 2 3 4 1 2 1 2 1 2 3 4. അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഒന്ന് ചെറുതായിട്ട് താഴ്ന്നു കൊടുക്കണം. ഒന്ന് ചിരിയൊക്കെ വരട്ടെ, തിരിച്ച് ചെയ്യാം നമുക്ക്. അപ്പൊ നന്നായിട്ട് മനസ്സിലായല്ലോ നമുക്കിതിന്റെ. ഇനി പാട്ടും കൂടെ പാടി നമുക്ക് നോക്കാം അല്ലേ? ഒരു സെക്കൻഡ്. അതാണ് മനസ്സിലായ? ചെയ്ത് നോക്കാം. റെഡി? ആ ചിലവരിങ്ങനെ എടുത്ത്, ചിലവരിങ്ങനെ എടുത്ത്, ചിലവരിങ്ങനെ എടുത്ത്, അങ്ങനെ എല്ലാവരും ഒരുപോലെ എടുത്ത്. കൈ തട്ടണം എന്നില്ല, ഇങ്ങനെ ചെയ്താലും മതി. കൈ തട്ടണം, പക്ഷെ നിങ്ങൾ അതിന് ശരിയാവും. ഇതൊക്കെ തട്ടി നോക്കാം. ഒന്നുകൂടെ ഇങ്ങനെ തന്നെ ഒരിടത്ത് കാണിക്കാം. ആ ഒരിടത്ത് ഇങ്ങനെ ചെയ്ത്. ആ കറക്റ്റാണ്. അല്ല ഒരു ടീച്ചടിക്കുന്നവരായിപ്പോയില്ലേ? ഇങ്ങനെ ഇങ്ങനെ. ആ അതാണ് 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 അറിയാം. പിന്നെന്താ ചെയ്തോളൂ. ആ കറക്റ്റ്. അതെ അത്രേ ഉള്ളൂ. തുടിക്കുകയാണോ? എന്നിട്ടും ചെയ്യുമ്പോൾ മടി. ആ ഒന്നുകൂടെ ചെയ്യാം. മനസ്സിലായില്ലേ? ഇനി കുറച്ച് ദൂരെ ദൂരെ നിന്ന് നമുക്ക് ചെയ്യാം. വളരെ അടുത്ത് കേട്ടോ. ഒന്നുകൂടെ ചെയ്ത് നോക്കുമ്പോൾ തിരിച്ചൊക്കെ ചെയ്യണം കേട്ടോ. റെഡി? ആ മനസ്സിലായോ? നന്നായിട്ട് സംശയമില്ലല്ലോ. ശരി, നന്നായിട്ട് ചെയ്തൊരു വിധം കുഴപ്പമില്ലാതെ ചെയ്തു. നന്നായിട്ടല്ല ഒരു വിധം കുഴപ്പമില്ലാതെ ചെയ്തു. അപ്പോൾ നമുക്കിന്ന് ഇത്രയും മതി ക്ലാസ്. അടുത്ത ക്ലാസ് കാണാം. തിരുവാതിരക്കളി എല്ലാവരും കണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ആവശ്യപ്പെട്ടിരുന്നു, ഓമനക്കുട്ടൻ ആ പാട്ട് വേണം ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ ആ പാട്ട് ഇട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ പാട്ട് ഇട്ടിട്ടുണ്ട്. കിട്ടും നിങ്ങൾക്ക്. അത് ആവശ്യമുള്ളവർക്ക് അത് എടുക്കാം. എല്ലാവരും കണ്ടു കാണുമെന്ന് ചോദിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കും. സിമ്പിൾ സ്റ്റെപ്സാണ് എടുത്തത്. ഇത്രയും നേരം കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതിന്